അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏതൊരാളായിട്ട് നമ്മൾ ഇടപഴകുമ്പോഴും അയാൾ വിശ്വസ്തനാണോ അല്ലേ എന്ന ഒരു സംശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചാണ് നമ്മൾ ആരുമായിട്ടും നമ്മൾ ഇടപഴകുക. ഒരു ജോലിക്കാരൻ നമ്മൾ വിളിച്ചാലും നമ്മൾ വീട്ടിലൊരാളെ വേലയ്ക്ക് വെച്ചാലും നമ്മൾ എന്താണെങ്കിലും അയാളുടെ വിശ്വസ്തത അതിനെക്കുറിച്ച് നമ്മൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളത് വിശ്വസ്തനാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നത്? അയാളുമായുള്ള ഇടപഴകലുകളും വിനിമയങ്ങളെ കൊണ്ടും സംസാരങ്ങളെ കൊണ്ടും ഇടപാടുകളെ കൊണ്ടും നമ്മൾ തീരുമാനിക്കും ആൾ കുഴപ്പമില്ല, നല്ല ആളാണ്, അല്ലെങ്കിൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമല്ലോ. എന്നാൽ അന്ധമായി ഒരു വ്യക്തിയെ വിശ്വസിക്കുന്ന ഏക രംഗം എന്ന് പറയുന്നത് പ്രേമമാണ്. അവിടെ ഒരാളെ ആയിട്ടൊരു മാനസികമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അവിഹിതമായിട്ടുള്ള ബന്ധം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിനെ നമ്മൾ വളരെയധികം വിശ്വസിക്കും. അതുകൊണ്ടാണ് ധാരാളം പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത്. ഒരു പെൺകുട്ടി ഒരു പ്രേമമായിട്ട് മുന്നോട്ട് പോയി, രക്ഷിതാക്കൾക്ക് അവളെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവളുമായി സംസാരിക്കുമ്പോൾ അവനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നാണ്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ മെസ്സേജ് അയച്ച് നിരന്തരമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ മാനസിക ബന്ധമാണത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ ഇടുന്ന അല്ലെങ്കിൽ വോയിസ് ഇടുന്ന ഒരാളെ നമ്മളെങ്ങനെയാണ് ആ വ്യക്തിനെ നമ്മൾ മനസ്സിലാക്കുക? കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ചെറു പ്രായങ്ങളിൽ തന്നെ പെൺകുട്ടികൾ ഇത്തരം പ്രേമക്കെടുതികളിൽ അകപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയയാണ്. അതിലൂടെയുള്ള ബന്ധങ്ങൾക്ക് എന്തില്ല എന്നറിയോ? ഒരു നിലക്കും അത്തരം ബന്ധങ്ങളെ ആരും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നേ സൂക്ഷിക്കുന്നില്ല. അങ്ങനെ അത് ഉണ്ടാകും, അവർ വിശ്വസിക്കും, അവരുടെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. എത്ര പെൺകുട്ടികളാണ് അങ്ങനെ പോയി പീഡിപ്പിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത് എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അടുത്തൊരു ദിവസം ഒരു പെൺകുട്ടി അവൾ ഇതേപോലെ പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അയാൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് പിടിക്കപ്പെട്ട ഒരു ലഹരി വിതരണക്കാരനാണ്. അയാളെ വീടിനുള്ളിൽ ഈ 16 വയസ്സുകാരി വീട്ടുതടങ്കലിലായിരുന്നു എന്നാണ് നമ്മൾ വാർത്ത കേട്ടത്. അപ്പോൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്രയും അപകടകാരിയായ ഒരാളുടെ വീട്ടിനുള്ളിലേക്ക് എത്തുകയും അവിടെ അവൾ തടവിലാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ തന്നെ വിളിക്കുന്നത് ആരാണ്, ഇൻസ്റ്റഗ്രാമിൽ ബന്ധപ്പെടുന്ന ആരാണ് എന്നൊന്നും അറിയാതെ. എന്നിട്ട് എങ്ങനെയാണ് ഈ കുട്ടിനെ കണ്ടെത്തിയെന്നറിയോ? ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ആ ഫ്ലാറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി വന്ന പോലീസുകാർ ഈ പെൺകുട്ടിനെ അവിടെ കാണുകയാണ്. അങ്ങനെ അവരാണ് ഈ പെൺകുട്ടിനെ മോചിപ്പിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ബുദ്ധിയും തൻ്റെ ഇടവും ഉള്ളവരാണ് നമ്മുടെ പെൺകുട്ടികൾ. ഇന്ന് ഏറ്റവും അധികം റാങ്കിലും വിജയത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ കുട്ടികൾ. എന്നിട്ട് ഇത്രയും ഗുരുതരമായ അപകടങ്ങളിൽ അവർ ചെന്ന് പെടുന്നു എന്ന് പറയുന്നത് അവർക്ക് ഇത്തരം അവിഹിത ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചും ആ ബന്ധങ്ങളുടെ ഒരു മനഃശാസ്ത്രമൊന്നും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താത്തതിൻ്റെ അപകടമാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആളുകളെ ഇതിലൂടെ സോഷ്യൽ മീഡിയ പരിചയപ്പെട്ട് അവർ വിളിക്കുന്ന സ്ഥലത്ത്, അത് ഏത് നാട്ടിലാകാം, ഏത് അസമയത്തുമാകാം, എവിടേക്കുമാകാം, ഏത് പ്രായക്കാരുമാകാം, ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട, നമ്മുടെ പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ശ്രദ്ധയും സൂക്ഷ്മതയും വളരെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനം ആ വാതിൽ തന്നെ തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അന്യനായ ഒരാളുമായി മെസ്സേജ് അയക്കാനോ ബന്ധപ്പെടാനോ പാടില്ല. അത് ഇസ്ലാമിക വിരുദ്ധമായൊരു പ്രവർത്തനമാണ്, നിഷിദ്ധമാണ് എന്നെന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാനാവുന്നില്ല? മുഖമക്കന ധരിക്കണമെന്നും നമസ്കരിക്കണമെന്നും ഒക്കെ അറിയുന്നത് പോലെ ഒരു അറിവല്ലേ അന്യരായ ആളുകളുമായി സ്വകാര്യമായി ചാറ്റ് ചെയ്യാനോ ബന്ധപ്പെടാനോ പാടില്ല എന്നുള്ളത്? ആ ഒരു വിവരം നമ്മുടെ കുട്ടികൾക്ക് ശരിയായി ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ദീൻ സുരക്ഷയാണ്,
ഇത്തരം അറിവില്ലായ്മകളിലൂടെയും ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയിലൂടെയും അതിനെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്തതുകൊണ്ടും നമ്മുടെ കുട്ടികൾ ഗുരുതരമായ അപകടത്തിൽപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് നമ്മുടെ പെൺമക്കളോട് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.